ഹായ് ഹലോ, നമുക്കിന്ന് ഒരു റോസ് ഫ്ലവർ ക്യാൻഡിൽ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ വാക്സ് മെൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ എന്തെങ്കിലും എടുക്കുക. ഇച്ചിരി കട്ടിയുള്ളത് വേണം. അതിൻ്റെ പുറമെ വാസലിനാക്കി കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ വാക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ. എന്നിട്ടത് ഒരുപാട് ഉണങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ബ്ലേഡ് കൊണ്ടിട്ട് ഒന്ന് എടുത്തു കൊടുക്കുക. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ എടുക്കുക. എന്നിട്ട് ഇതുപോലൊരു ത്രെഡ് എടുക്കുക. എന്നിട്ടതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ അത് ചുറ്റി കൊടുക്കുമ്പം അധികം ഗ്യാപ്പില്ലാതെ ചുറ്റി കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ പെറ്റലിന് വേണ്ടിയിട്ടുള്ള വാക്സ് ഇടുക. അതിനിടക്കാണ് വീട്ടിലെവിടെയും സ്ഥലമില്ലാത്ത പോലെ എവിടെയോ പൊടിയിലൊക്കെ കളിച്ചിട്ട് ഒരാൾ നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് വന്ന് കയറിയത്. പിന്നെ അവളെയൊക്കെ എടുത്ത് മാറ്റി നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി അങ്ങോട്ടുള്ള പെറ്റൽസിൽ നമുക്കത് ഒരെണ്ണം രണ്ടായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 2 പെറ്റലായിട്ട് ചുറ്റി കൊടുക്കാം. ഇനിയുള്ള പെറ്റൽസ് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ പെറ്റലിൻ്റെ അറ്റത്തെ ആ ഭാഗം ഒന്ന് പുറകോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെറ്റൽസിന് കുറച്ചുകൂടെ ഒരു വിടർച്ച തോന്നിക്കും. ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു റോസ് ഫ്ലവർ പോലെ തോന്നിക്കും. പിന്നെ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ തിക്നെസ് വേണ്ടത് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് എനിക്ക് ഇങ്ങനൊരു റോസ് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറിനായിട്ട് ഞാൻ ക്രയോൺസാണ് വാക്സിലിട്ട് ഉരുക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കത്തിച്ചുകൂടെ നോക്കിയാലോ? നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോക്കൊരു ലൈക്ക് കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കണേ. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.